ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. കോഴിക്കോട് മാവൂരിന് സമീപം നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് പെട്രോൾ പമ്പിലേക്ക് ഇടിച്ചു കയറി. ഇന്ധനമടിക്കുന്ന മെഷീൻ പൂർണ്ണമായും തകർന്നു. അഗ്നിബാധ ഉണ്ടാകാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. വൻ ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? തീർച്ചയായും മോദി, വലിയൊരു ദുരന്തമാണ് കരനാരയ്ക്ക് ആളുകൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഒരു പെട്രോൾ പമ്പിലേക്ക് ടൂറിസ്റ്റ് ബസ് കയറി ചെല്ലുക എന്ന് പറയുന്നത് അത്രയും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അപകടമായി മാറേണ്ടതായിരുന്നു. ജനങ്ങളുടെ വലിയൊരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് ആളുകൾക്ക് രക്ഷപ്പെടാനായത്. അവിടെയുള്ള ജീവനക്കാരന് പരിക്കേറ്റു. പെട്രോൾ അടിക്കുന്ന ആ ഒരു ഉപകരണത്തിനും വലിയ തോതിൽ തകർച്ച ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ജീവനക്കാരില്ലാത്തത് കൊണ്ട് തന്നെയാണ് വലിയൊരു അപകടത്തിലേക്ക് അത് വഴിവെക്കാതെ പോയത്. ഇന്ധന ടാങ്കുകളിലേക്ക് ബസ് എത്താത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു പൊട്ടിത്തെറിയിലേക്കോ അത്തരത്തിലൊരു അപകടത്തിലേക്കോ ആവാതിരുന്നത്. ഇന്ന് പുലർച്ചെ 2:45 ആവൂര് പൂളിമാടിലെ MRPL പെട്രോൾ പമ്പിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പമ്പിലെ ജീവനക്കാരനായ സൂരജിനെ കാലിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. സൂരജിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സംവിധാനമായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായ സമയത്ത് കൃത്യമായിട്ടുള്ള അപായ സൂചനകൾ നൽകിക്കൊണ്ട് മറ്റുള്ള ജീവനക്കാർക്ക് പുറത്തേക്ക് പോകാൻ സാധിച്ചത്. ശരി സാരംഗ്, ഇന്ന് വളരെ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതോ മറ്റോ ആയിരിക്കും.